കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബാപ്സി ജോസഫ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെയായിരുന്നു പാട്ട് ശ്രമിക്കാം. Praise the Lord. Praise the Lord. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമത് വർണ്ണിപ്പനാവതല്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപകൾ. സ്നേഹത്തെ ആഴമത് വർണ്ണിപ്പനാവിനാവതല്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടുവൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. ിടും വേളകളിൽ പരിദോഷിയെ വിടും നാളുകളിൽ നിന്നകളേറിടും വേളകളിൽ പരിദോഷിയെ വിടും നാളുകളിൽ തകരാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യം തൻ കരത്താ. തകർന്നിടും മനം കരുതുന്നവൻ താങ്ങിടും നിത്യം തൻ കരത്താ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. ഉച്ചവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. കുറ്റത്തിൽ വരെ പോകിടുമ്പോൾ എല്ലാം പായാമെനിക്കില്ല. കുറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പോകിടുമ്പോൾ എല്ലാം പായാമെനിക്കില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലി ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ടേ. സാരമില്ലി ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാലാവതല്ലേ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്
വർണ്ണിപ്പനാവിനാലാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാൻ തൻ കരുതൽ എന്നും ഓർത്തിടുവൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. അഭിഷേകത്താലും ദൈവ പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും പാടിയ പാട്ട് ഹല്ലേലൂയ വലിയ അനുഗ്രഹ സമൃദ്ധി ദൈവം നമ്മുടെ മേൽ പകർന്ന് കർത്താവ് മഹത്വം എടുക്കുകയും അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും ദൈവം പകർന്നു. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാൻ ശുശ്രൂഷ ചെയ്യുവാൻ നേടുവാൻ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ഈ രാത്രി കാലം ദൈവം പകരുകയാവുന്ന ഹല്ലേലൂയ പാട്ടിന്റെ ഓരോ വരികളും വളരെ അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. സ്തോത്രം. മക്കളെ പ്രകടന അനുഗ്രഹ വിഷയമാറ്റി മക്കളെ നിർത്തിയിരിക്കുന്നല്ലോ. ദീർഘായുസ്സോടെ തലമുറകളായ ദൈവം ഹല്ലേലൂയ അവിടുന്ന് വെളിപ്പെടുത്തി അനുഗ്രഹിച്ച എല്ലാ നന്മകളും മക്കളുടെ മേൽ പകരുമാറായിട്ട് താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാകുന്നു. ഹല്ലേലൂയ നാം ദൈവവചനത്തിന്റെ ഹല്ലേലൂയ വാതിൽ ദൈവം തുറന്നു കൊടുത്ത് ഈ രാത്രി കാലം മനുഷ്യ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം കർത്താവ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ പുതിയ നിയമ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാകുന്നു. വചന കേൾവി നമുക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ ഇന്ന് രാത്രി കാലം പ്രായപ്പാൻ ഇടയായിത്തീരും. ഭയഭക്തിയോടും മുറയിലോടും കൂടെ ദൈവത്തിന് സന്നിയായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. വചനത്തിന്റെ വാതിൽ നിങ്ങളുടെ ഭക്തിനെ തുറന്നു കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവും ചുരുക്കമായി പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സന്ധ്യാസമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ പൊന്നു വാതോടത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്ത്രീദാനം മാറ്റപ്പെടുത്തുവാനും കർത്താവെ അങ്ങനെ സ്തുതിപ്പാൻ ഞങ്ങൾ ഒന്നായിട്ട് കർത്താവ് ഇതിന്റെ സന്ധ്യ കടന്നു വരുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായിട്ട് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് കർത്താവിന്റെ വചനം പഠിപ്പാനും കർത്താവെ ഹല്ലേലൂയ അങ്ങയെക്കുറിച്ച് കേൾക്കുവാനും ഒക്കെയും കർത്താവ് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നിവാസമായ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രേരണ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലെ അനേക വിഷയങ്ങൾ ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കുമാറാകണമേ. ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ രാജ്യത്തെ കർത്താവ് സന്ദർശിക്കുമാറാകണമേ. 50 സ്റ്റേറ്റിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട് രാജ്യത്തിന് വേണ്ടി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. സകല ദുഷ്ടശക്തികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിടുവിക്കുമാറാകണമേ. കർത്താവിന്റെ കരങ്ങളിൽ സംബന്ധമായി ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. വചനം ഞങ്ങൾ കേൾക്കുന്നതെല്ലാം കർത്താവെ അത് മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമാക്കത്തക്ക രീതിയിൽ ഞങ്ങൾ കർത്താവെ അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം പ്രയോജനമുള്ളതായി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. ലൈനിലായിരിക്കുന്നവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ കർത്താവെ. കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന നാമോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമ്പട്ടത്തിന് ക്ഷണിക്കുന്നു. ആ വചനം ശുശ്രൂഷിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ഹോവേ അരുളി ചെയ്യണമേ. അടിയാൻ കേൾക്കുകയുള്ള പ്രാർത്ഥന നമുക്കായിരിക്കും. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമ്പട്ടത്തിന് ഒക്കലോമ പ്രേരണയിലേക്ക് ആദരവോടും സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോട് ഭയഭക്തിയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കേൾക്കുന്ന തടസ്സം എന്തിനുണ്ടോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വയ്യ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന പ്രകാരം നമുക്ക് ദിവസത്തിലേക്ക് അടുത്ത് വന്ന് അന്വേഷണം ഇടിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പാടുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവൻ ദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി
അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടി വ്യക്തി പ്രാർത്ഥിച്ച ദേവദാസി എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒക്ലോമ പ്രയർ ലൈൻ നൽകി വരുന്ന പ്രിയാത്താൻ ദാസൻ സാക്ചറിയാൻ സിസ്റ്റർ ബിജി മക്കളെയും അവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രയർ ലൈനിലെ പ്രാർത്ഥനാ സഹായികൾ മറ്റു ലൈനിലുള്ള എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കും. ദൈവം എല്ലാവരെയും ഇന്നത്തെ കാലം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി ഫിലിപ്പി ലേഖനം അതിന്റെ 1 അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പനിടയായി തീർന്നല്ലോ. ഇന്നിട്ട് അത്ര കാലം ഫിലിപ്പി ലേഖനം 1 അധ്യായം അതിന്റെ 8 വാക്യത്തോടുകൂടി ഇന്ന് നമ്മുടെ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ അത് ഇവിടെ വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 1 അധ്യായം അതിന്റെ 8 വാക്യം. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. For God is my witness, how greatly I long for you all with the affection of Jesus Christ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ പ്രവേശിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പാദപീഠ ഞങ്ങൾക്ക് കടന്നു വരുവാന് അവിടുത്തെ വചനം ധ്യാനിപ്പാൻ പഠിപ്പാനൊക്കെ ഞങ്ങൾക്ക് നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് കേട്ട ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വിലയിൽ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന ഇന്നത്തെ കാലം വചനത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഒക്കെ കൂടി ഇരുന്ന് സഹായിക്കണം. ഞങ്ങൾ വിദൂരത്തിൽ പലയിടങ്ങളിലായിരിക്കുന്നെങ്കിലും ഏക ആത്മാവിൽ തിരുസന്റെ അടുത്തിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ കാലം അടിക്കുന്ന ഉള്ളങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് അടിയനോടും ഈ കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമാറാണമേ. അവിടുത്തെ വചനം രൂപാന്തരം വരുന്ന വചനമാണല്ലോ, അത് ബലം നൽകുന്ന വചനമാണല്ലോ, അത് വിടുതൽ നൽകുന്ന വചനം. ഇന്നത്തെ കാലം ഏത് രീതിയിലുള്ള ഒരു ആവശ്യമാണോ കൂടി വന്നിരിക്കുകയൊക്കെ ആയിരിക്കുന്നത് അതിന് തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനോട് മാറണം. അത് നിങ്ങൾക്ക് വലിയ വിടുതലും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, വരവിനെ ഒരുക്കണമേ. യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. നമ്മൾ വായിച്ച വേദഭാഗം ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്ന ദൈവം സാക്ഷി എന്ന 8 വാക്യമാണ്. ഇവിടെ ആ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർദ്രത എന്നതിന് പല ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അഫെക്ഷൻ, ടെൻഡർ, കമ്പാഷൻ എന്നൊക്കെ നമ്മൾ കാണാം. എന്നാൽ കിങ് ജെയിംസിൽ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ബബിൾസ് എന്ന ഹൗ ഗ്രേറ്റ്ലി ഐ ലോങ് ആഫ്റ്റർ യു all in the bubbles of Jesus Christ. The bubbles of Jesus Christ. ഇവിടെ ആർദ്ര എന്നതിന് ഉദരകോശങ്ങൾ എന്ന അർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഉദരകോശങ്ങളെ തീഷ്ണമായ വികാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായി ഗ്രീക്കുകാരും വാത്സല്യത്തിന്റെ മുഖ്യ സ്ഥാനമായി എബ്രായരും കരുതി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ക്ഷേമം അറിയുവാനുള്ള പൗലോസിന്റെ അതിയായ ആഗ്രഹവും അവരോടുള്ള തന്റെ ആഴമേറിയ വാത്സല്യവുമാണ് ഇവിടെ ഈ ബബിൾസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ ആർദ്രതയോടാണ് ഫിലിപ്പിയിലെ ദൈവജനത്തെ കാണാൻ പൗലോസ് അതിയായി ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ സഭയുടെ ഇതുവരെയുമുള്ള നല്ല പ്രവൃത്തികൾ നിമിത്തമായി തന്റെ ഉള്ളിൽ അവരെക്കുറിച്ചുള്ള വലിയ വാത്സല്യത്തിലാണ് പൗലോസ് ഇപ്രകാരം പറയാണ്ടിയായി തന്നത്. അവർക്ക് പൗലോസിന്റെ ഹൃദയത്തിൽ മനസ്സലിയും ഒരു നല്ല സ്ഥാനവും അവരെ കുറിച്ച് ഉണ്ടായിരുന്നു. പൗലോസിന് അവര് സുവിശേഷ വേലയിൽ പങ്കാളികളും തന്റെ തന്നെ ഒരു ഭാഗവുമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിന്റെ വാക്കുകളിലൂടെ സുവിശേഷ വേലയിൽ പങ്കാളികളായതുകൊണ്ട് ദൈവത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിനും അവരും പങ്കാളികളായി തിരികെയാണ്. അതുകൊണ്ട് തന്നെ അവർ തന്റെ ചിന്തയിലും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ തന്റെ വികാരങ്ങളെയും തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനയൊക്കെ സ്വാധീനിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാം ഒരാളെ സുവിശേഷ വേലയിൽ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാമും ആ സുവിശേഷ വയലിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഒരാൾ വിദൂരത്തിലായിരിക്കും, നമ്മളായിരിക്കുന്ന സ്ഥലത്തായിരിക്കും. പക്ഷെ ഒരാൾ പോയി പ്രവർത്തിക്കുന്നു, മറ്റ് പ്രാർത്ഥിച്ചയച്ചാളെ പിന്നെയും ആ വ്യക്തിക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, വേണ്ട സഹായമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ചുള്ളൊരു പ്രവർത്തനമാണ് അവിടെ. അതാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതത്തിലും തന്റെ ഉള്ളിലുള്ള ആ ഫിലിപ്പിയ സഭയെ സംബന്ധിച്ചുള്ള ആ ചിന്തയെപ്പറ്റി നമ്മൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നാം ആ പ്രവർത്തിക്കുന്ന വ്യക്തിയോടൊപ്പം സുവിശേഷ വേലയിൽ പങ്കാളികളായി തീരുമ്പോൾ ആ വേലയിലെ പ്രതിഫലത്തിനും ദൈവത്തിന്റെ പ്രതിഫലത്തിനും നാം പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മറ്റു പലരുമായി കൈകോർത്ത് സുവിശേഷ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് റോമിൽ ജയിലിലായിരുന്നു നമുക്കറിയാം. ആദ്യ 2 വർഷങ്ങൾ ഹെരോദാവിന്റെ തടവിലും പിന്നെ 2 വർഷം റോമിൽ പൗലോസ് വീട്ടു തടങ്കലിലുമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
വല്ലപ്പോഴും ആരെങ്കിലും മുഖേന ലഭിക്കുന്ന കത്തല്ലാതെ ഫിലിപ്പിയിലെ വിശ്വാസികളുമായി ബന്ധപ്പെടുവാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കെ അവിടെയുള്ള വിശ്വസ്തരും ദയുള്ളവരുമായ തന്റെ സഹോദരനെ കാണണമെന്നുള്ള ഏറിയ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പൗലോസ് തന്റെ ഹൃദയത്തിലുള്ള അവരോടുള്ള അതിയായ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 5:5 നമ്മളിങ്ങനെ വായിക്കും, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും ആ ദൈവസ്നേഹം നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രവൃത്തികളിലൂടെ ആ ദൈവസ്നേഹം വെളിപ്പെട്ടു വരണം. നമ്മിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തിയെ ആരംഭിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കുമെങ്കിൽ, നമ്മൾ ആദ്യം ചിന്തിച്ചപ്പോൾ ആ വാക്യഭാഗം ചിന്തിച്ചല്ലോ, അപ്പൊ നമ്മിൽ ആ നല്ല പ്രവൃത്തിയെ ആരംഭിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കുമെങ്കിൽ ദൈവസ്നേഹത്തിൽ നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാനും വളരുവാനും കഴിയും എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ദൈവസ്നേഹത്താൽ നാം അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെട്ടു വരേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്, അല്ലാതെ വാക്കുകളിലൂടെയല്ല, വാക്കുകളിലൂടെ മാത്രമല്ല. അപ്പൊ റോമിൽ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസിനെ സൂക്ഷിക്കുവാന് എപ്പഫ്രോദിത്തുസിനെ ഫിലിപ്പിയ സഭ റോമിലേക്ക് അയച്ചത് അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ പുറമേക്കുള്ള പ്രകടനമായിരുന്നു. അപ്പം ആ ദൈവസ്നേഹത്തിന്റെ പിൻപിൽ ആവശ്യമായ എന്ത് കാര്യം ചെയ്യുന്നതിനുമുള്ള ത്യാഗ മനോഭാവവും ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ നേരിടാനുള്ള ഒരുക്കവും അതിന്റെ മധ്യേ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അതൊക്കെ സഹിക്കാനുള്ള ഒരുക്കവും ഒക്കെ അതിന്റെ പുറകിലുണ്ടായിരിക്കും. വിദൂരത്തിലായിരുന്ന പൗലോസിന്റെ ഫിലിപ്പിയിലെ വിശ്വാസികളോടുള്ള അതിരറ്റ സ്നേഹം അവർക്ക് അറിയുവാൻ കഴിയില്ല. എന്നാൽ ഫിലിപ്പിയരോടുള്ള തന്റെ സ്നേഹം ദൈവം പൂർണ്ണമായി അറിയുന്നുവെന്നും എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലെ ചിന്തകളെ പോലും നന്നായി അറിയുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് വേണം പൗലോസിനോട് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ പോലും നന്നായി അറിയുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ള എന്ന അറിവ് നമ്മെ ദൈവത്തോടു കൂടിയുള്ള ഒരു വിശുദ്ധ ജീവിതത്തിനായി പിന്നെയും ഒരുക്കുന്നതിനിടയായി തീരുമാറാകട്ടെ. നമ്മൾ വായിച്ചത് 8-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുമെന്ന് ഇത്ര വാഞ്ചിക്കുന്നു ദൈവസാക്ഷി. 1 തിമോഥെയോസിൽ 2:5-6 വാക്യങ്ങൾ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി വറവിലേക്ക് തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുയേശു മാത്രം. എന്നാൽ ദൈവേനുമാണ് നമുക്ക് നാം ജീവനോടിരിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. ആ വചനം അത് നമ്മെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിനും ദൈവത്തെ അറിയാത്ത ലോകക്കാർക്ക് മധ്യയുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാധ്യമങ്ങളായിരിക്കുന്നു. അങ്ങനെയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തെയും ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം. ഇപ്പം ഇലക്ട്രിസിറ്റി നമുക്കറിയാം, അത് ഇട്ടാൽ അത് ഉണ്ടെങ്കിൽ അത് ലൈറ്റ് കത്തും, മെഷീനുകൾ വർക്ക് ചെയ്യും. മറ്റെന്തുകൊണ്ടും അസാധ്യമായതിനെ ഇലക്ട്രിസിറ്റി കൊണ്ട് സാധ്യമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റും അങ്ങനെ തന്നെ ഒരു മാധ്യമമാണ്, പരസ്പരം ബന്ധിപ്പിക്കും. ഈ രണ്ട് മാധ്യമങ്ങളും ഇന്ന് ലോകത്തിലൊന്നും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇലക്ട്രിസിറ്റിക്കും ഇന്റർനെറ്റിനും ആദ്യം കണക്ഷൻ ഉണ്ടാവണം, ഒരു കണക്ഷൻ ഉണ്ടാവണം. പിന്നെ ഒഴുകുന്ന ശക്തി അതിലൂടെ കടന്നു പോകുന്നു എന്ന പോലെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റിന്റെ സിഗ്നൽസ് ആണ് അത്. അതുപോലെ ആദ്യം നമുക്ക് രക്ഷിക്കപ്പെടുന്നതിലൂടെ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം ഉണ്ടാകുകയാണ്. അതിനുശേഷം ഒരു കേബിളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ നാമും യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലൂടെ ആ ദൈവസ്നേഹവും യേശു ക്രിസ്തു ഗുണഗണങ്ങളും ഒക്കെ നമ്മിലേക്ക് വഴി വന്നിട്ട് അത് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുവാനിടയായി തീരണം. അങ്ങനെ നമ്മിലൂടെ മറ്റുള്ളവർ കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ അടുത്തേക്ക് വരുവാനൊക്കെ ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളൊരു മാധ്യമമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന് ജനം. യേശുക്രിസ്തുവിനും ലോകത്തിനും മധ്യേ ദൈവം നമ്മെ അല്ലാതെ ദൂതന്മാരെയോ മറ്റാരെങ്കിലുമോ ആക്കി വെച്ചിട്ടില്ല. പകരം നമുക്ക് പോലും ആ സ്ഥാനത്ത് മറ്റാരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം ഒരു സ്ഥാപനത്തിൽ ജോലിയിലായിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയും ആകട്ടെ, അവിടെ നാം മാത്രമായിരിക്കും യേശുക്രിസ്തു സ്ഥാനാപതിയായി ഉണ്ടായിരിക്കുക. അവിടെ നാം മറ്റുള്ളവരുടെ മധ്യേ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാധ്യമം ആയിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകും. നമ്മെ ആക്കി വെച്ച ഇടങ്ങളിൽ യേശുവിനെയും ലോകക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നല്ലൊരു മാധ്യമമായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായി തീരട്ടെ. അപ്പൊ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ ആർദ്രതയോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ യേശു ക്രിസ്തുവിന് ലഭിച്ച ആ ആർദ്രതയോടെയാണ് പൗലോസ് അപ്പോസ്തലന് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും ഇവിടെ എഴുതുന്നതൊക്കെ. അപ്പൊ ആദ്യ നൂറ്റാണ്ടില് അപ്പോസ്തലന്മാരിലൂടെയും മറ്റ് ശിഷ്യന്മാരിലൂടെയും മറ്റുള്ളവരിലേക്ക് പകരപ്പെട്ട ദൈവസ്നേഹമാണ് അനേകർ യേശുവിനെ അറിയേണ്ടിയാക്കി തീർത്തത്. ചിലർക്കത് പാപത്തിൽ നിന്ന് മോചനമായിരുന്നെങ്കിൽ
മറ്റുള്ളവർക്കത് രോഗത്തിൽ നിന്നുള്ള വിടുതൽ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പാപമോചനമോ രോഗസൗഖ്യമോ അതല്ല മറ്റെന്തെങ്കിലും ദൈവപ്രവൃത്തിയാകട്ടെ, അതിലൂടെ ദൈവനാമം മഹത്വം കൊടുക്കുവാനും ജനം രക്ഷ പ്രാപിച്ച് ദൈവത്തിലേക്ക് അടുത്തു വരുവാനും ഇടയാകുന്നു എന്നതാണ് സംഭവിക്കുന്നത്. ഈ കാലങ്ങളിലും യേശുക്രിസ്തുവിന്റെ ഗുണങ്ങൾ ഓരോന്നും നാം ആവുന്ന മാധ്യമത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടുവാനും നിത്യരാജ്യത്തിന് അവകാശമായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:16 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. അപ്പൊ നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ധാരാളം ഫലം കായ്ക്കുന്നവരായിരിക്കുന്നുവോ എന്ന ഒന്ന് സ്വയം ശോധനയെ ഇടയാത്തിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വത്തിനായി തീരത്തക്കോണം നല്ല ഫലം കായ്ക്കേണ്ടതിനാണ്. അത് നമ്മളുടെ ആ നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ ഇടയായിത്തീരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനായി ഈ വൈകിയ സമയത്ത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഏൽപ്പിക്കേണ്ടതായിട്ട് ഏത് വിധേനയും ഞാൻ ദൈവത്തിന് വേണ്ടി നല്ല ഫലം കായ്പാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ നിവർത്തിപ്പന്താക്കണം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിത്തീരട്ടെ. മാസിഡോണിയൻ വിളി കേട്ട ഫിലിപ്പിയിലേക്ക് പോയ പൗലോസും ശീലാസും അവിടെയുള്ളവരെ ക്രിസ്തുവിനോട് ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു പാലമായി തീരുകയായിരുന്നു. പൗലോസിൽ നിറഞ്ഞ ദൈവസ്നേഹം തന്റെ ലേഖനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഫിലിപ്പിയില് പൗലോസ് ശീലാസ് കടന്നുപോയി അവിടെ ദൈവപ്രവൃത്തിയൊക്കെ പറ്റി നമ്മൾ ചിന്തിച്ചതാണ്. അപ്പം ആ പൗലോസും ശീലാസുമായിരുന്നു അവരുടെ ആ ഫിലിപ്പിയിലോട്ടുള്ള ദൈവത്തിന് ബന്ധപ്പെടുവാനുള്ള ഒരു മാധ്യമമായി നിന്നത്. അവിടെയാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാത്തത്. അതാണ് ഇത് നമ്മളിലൂടെ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. അപ്പം ആ പൗലോസിന്റെ ആ നിറഞ്ഞ ദൈവസ്നേഹം അത് ഈ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 4-ാം വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ എന്നാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത്. പൗലോസ് മുമ്പ് നിഷ്ഠൂരനും പീഡകനും കൊലപാതകനും ഒക്കെ ആയിരുന്നുവെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം താൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു മാധ്യമം ആയിത്തീരുക നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ അടുത്ത ആ വാക്യങ്ങള് ഫിലിപ്പി ലേഖനം നമ്മുടെ 8-ാം അധ്യായങ്ങളിൽ ചിന്തിച്ചു വന്നത് അതിന്റെ 9, 10, 11 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And this I pray that your love may abound still more and more in knowledge and all discernment, that you may approve the things that are excellent, that you may be sincere and without offense till the day of Christ, being filled with the fruits of righteousness, which are by Jesus Christ, to the glory and praise of God. അപ്പം നാം പഠിച്ചു വരുന്ന 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ കൂട്ടായ്മയെ കുറിച്ച് 3 പ്രധാന ചിന്തകൾ പൗലോസ് പങ്കുവയ്ക്കുന്നുണ്ട്. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നിങ്ങളെ എന്റെ മനസ്സിൽ വഹിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 7, 8 വാക്യങ്ങളിൽ നിങ്ങളെ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളെ എന്റെ പ്രാർത്ഥനയിൽ വഹിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ പൗലോസിന്റെ മിക്ക ലേഖനങ്ങളിലും താൻ വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് ആ വാക്യങ്ങൾ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സമയമില്ലല്ലോ. പൗലോസ് കൂട്ടുവിശ്വാസികളെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് ദിവസത്തിൽ വരുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ അപേക്ഷിക്കുന്നത്. ഈ പറഞ്ഞ 9 തൊട്ട് 11 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്ന് സമൃദ്ധിയായ സ്നേഹം, യുവർ ലവ് മേ അബൗണ്ട് സ്റ്റിൽ മോർ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക. അത് 9-ാം വാക്യത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ച് വരണം. അപ്പൊ ക്രിസ്തുവിന്റെ നാളിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധന്മാർ ആത്മീയ പക്വതയുള്ളവരായി തീരുവാനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തീയ സ്നേഹം ലോകക്കാർ സ്നേഹിക്കുന്ന പോലെയുള്ള നാമമാത്രമായ സ്നേഹമോ ഇഷ്ടമോ മാത്രമായി ഒതുങ്ങുന്നതല്ല, പിന്നെയോ സ്വാർത്ഥ രഹിതവും ദൈവികവുമായ നിത്യസ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കും. റോമർക്ക് ലേഖനം അതിന്റെ 8-ന്റെ 38, 39 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ വേർതിരിപ്പാൻ കഴിയാത്ത ആ സ്നേഹം, അതാണ് സമൃദ്ധിയായ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്
ദി ഫാദർലി ലവ് ഓഫ് ഗാഡ് ഫോർ ഹ്യൂമൻസ്. അത് ആ മൂലപദം അഗാപ്പെ എന്ന് പറഞ്ഞ ആ വാക്കിൽ ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്നേഹത്തിലൂടെ ഏറ്റവും ഉത്തമമായ ചിന്ത മാത്രമേ ഉളവാകുകയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കും. ദൈവീയ ദൃഷ്ടിയിലൂടെ കാണുന്ന പോലെ ഉച്ച നീചത്വമില്ലാതെ, പക്ഷഭേദമില്ലാതെ, എല്ലാ ഉയർച്ച താഴ്ചകളൊന്നും കാണിക്കാതെ, അല്ലെങ്കിൽ വേർകൃത്യമൊന്നും കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഈ ദൈവീയ സ്വഭാവത്താലാണ് ദൈവജനം ആത്മീയ വളർച്ചയിൽ എത്തേണ്ടത്, അല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് വരേണ്ടത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നത് വായിക്കുന്ന പോലെ അതേ ദിവ്യ സ്വഭാവത്തെ അനുദിനം പിൻപറ്റി മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിൽ മുന്നേറുവാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. മത്തായി ഇതിന് സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീൻ. ഹല്ലേലൂയ. അപ്പം നാമും ക്രിസ്തുവാൻ തലയോളം വളരെയണം. ആ സൽഗുണ പൂർത്തിയിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തുവാൻ തലയോളം വളർച്ചയിലാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ചതിവും വഞ്ചനയും വിദ്വേഷവും കയ്പും നിറഞ്ഞ ഈ ലോകത്തില് കവിഞ്ഞൊഴുന്ന ഒരു നദി പോലെ നിർമ്മലമായ ദൈവസ്നേഹം നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനിടയായി തീരണം. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള സമാധാനമില്ലാത്തവരൊക്കെ സമാധാനത്തിനും ആശ്വാസനും വിടുതലിനും, അല്ലെങ്കിൽ അവരേതൊരു ആവശ്യത്തിന് മുഖത്തായിരിക്കുന്നു, ഹല്ലേലൂയ, ആ ആവശ്യത്തിന്റെ മുഖത്ത് അവർക്കതൊരു ആശ്വാസമായി, വിടുതലായി, ധൈര്യമായി തീരുവാൻ തക്കവണ്ണം ആ നമ്മിലൂടെ ഒഴുകുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നിട്ട് അത് അപ്രകാരം സംഭവിക്കേണ്ടതായി തീരട്ടെ. 9-ാം വാക്യത്തില് സ്നേഹം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലെ സ്നേഹം മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഇടപെടുന്നു, എന്ത് ഉപകാരങ്ങൾ ചെയ്യുന്നു എന്നിങ്ങനെ ഓരോരുത്തരും പ്രവൃത്തിയെ ആശ്രയിച്ച്, അതിനെ ആശ്രയിച്ചായിരിക്കും തിരിച്ച് സ്നേഹിക്കുക സാധാരണ സംഭവിക്കുക. എന്നാൽ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് എപ്പഗ്നോസസ് എന്ന ആ ഗ്രീക്ക് പദത്തിൽ അർത്ഥമാക്കുന്ന പരിജ്ഞാനം എന്നതാണ്. ആ എപ്പഗ്നോസസ് എന്ന വാക്കിന്റെ അക്ഷരിക അർത്ഥം പ്രിസൈസ് ആൻഡ് കറക്റ്റ് നോളജ് എന്ന ലിറ്ററൽ മീനിങ് ആയിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ രൂപപ്പെടുന്ന ആത്മീയ ജ്ഞാനത്തെയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ അത് അർത്ഥമാക്കുന്നത്. 2 കൊരിന്ത്യർ 2:14 നമ്മളിങ്ങനെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജേൾസമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് വായിക്കുന്നത്. അവള് 2 കൊരിന്ത്യർ 10:5 അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് വായിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പൊ ക്രിസ്തു ജീവിതത്തിലെ വളർച്ചയ്ക്ക് വിവിധ പടികളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് 2 പത്രോസ് ലേഖനത്തിലെ 2 പത്രോസിന്റെ 1-ാം അധ്യായം 5-8 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദൈവികമായ അറിവും ഉൾക്കാഴ്ചയുമുള്ള ദൈവിക ദൃഷ്ടിയിലൂടെ ആയിരിക്കണം ദൈവത്തിന്റെ സ്നേഹം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്. ദീർഘകാലം ഡാളസ് തിയോളജിക്കൽ സെമിനാരിൽ അധ്യാപകനായിരുന്ന ജെ ഡ്വൈറ്റ് പെന്റകോസ്റ്റ് എന്ന് പറഞ്ഞ ആ ദേവദാസൻ പറഞ്ഞിട്ടുള്ളത്, ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കണം, ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കണം. അതാണ് ദൈവീയ പരിജ്ഞാനപ്പെട്ട സ്നേഹം. ഒരു കൂടി പറയുകയാണ്, ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കണം, ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കണം. അതാണ് ദൈവീയ പരിജ്ഞാന പ്രകാരമുള്ള സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആത്മവിവേചനമാണ് നമ്മൾ പ്രാവർത്തികമാക്കി തീർക്കേണ്ടത്. രണ്ടാമത്തെ ആ പോയിന്റ് 10-ാം വാക്യത്തിൽ കാണുന്നത് ഭേദാഭേദങ്ങളെ വിവേചിക്കാം. ദി തിങ്സ് ദാറ്റ് ആർ എക്സലന്റ് എന്നാണ് ഇംഗ്ലീഷ് നമ്മളത് വായിക്കുന്നത്. നാം ക്രിസ്തീയത നയിക്കുമ്പോൾ അനുദിനം നാം നേരിടുന്ന ഓരോരോ കാര്യങ്ങളുടെ ഈ മധ്യേ അത് തിന്മയും നന്മയും, അല്ലെങ്കിൽ നല്ലതും ഉത്തമവും അത്യുത്തമവും ആത്മീയവും സാൽമാർഗികവുമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ ഏറ്റവും ഉത്തമമായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യാജവും സത്യവുമായതിനെ തിരിച്ചറിഞ്ഞ്, വ്യാജമേതോ സത്യമേതോ തിരിച്ചറിഞ്ഞ് ഏറ്റവും സത്യമായതിനെ, അങ്ങനെ ഏറ്റവും ഉത്തമമായതിനെ, ഏറ്റവും മേത്തരമായതിനെ അംഗീകരിക്കുക എന്നിവയാണ് ആത്മീയ പക്വതയുടെ ലക്ഷണം കാണാൻ സാധിക്കുന്നത്. അതാണ് ഭേദാഭേദങ്ങളെ വിവേചിക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളെയും
ഈ വിവേചനാപരമായ തിരഞ്ഞെടുപ്പ് ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. അതിലൂടെയാണ് നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ആ തെരഞ്ഞെടുത്ത് വേണം നമ്മൾ ദൈവത്തെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയോ അങ്ങനെയല്ല. ദൈവത്തിന്റെ ജനത്തിനെ സംബന്ധിച്ച് അതല്ല. അവർ ഏറ്റവും ഉത്തമമായതും ദൈവത്തിന് ഹിതകരമായുള്ളതും ദൈവനാമത്തിന് മഹത്വം കൊണ്ടിരുന്നതും അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അങ്ങനെയാണ് ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്നുള്ള മനസ്സിലാക്കിയിട്ട് അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അത് ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ നിർണായക പല കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അവിടെ എല്ലാം വരുമ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായതുണ്ടോ, അത്യുത്തമമായതുണ്ടോ, അതായിരിക്കട്ടെ നമ്മുടെ തിരഞ്ഞെടുപ്പ്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതവും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനും നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യങ്ങൾ ദൈവജനത്തെ പഠിപ്പിച്ച് നേരായ പാതയിൽ അവരെ നടത്തേണ്ട ഉത്തരവാദിത്വം ആത്മീയ നേതൃത്വത്തിലുള്ളവരുടെ ഒരു ചുമതലയാണ്. നമുക്ക് മനസ്സിലാക്കണം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ച് കാണിച്ച് ജനത്തെ വഴി നടത്തേണ്ട പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരും എല്ലാം തെറ്റായ വഴിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നയിക്കേണ്ടവർ തെറ്റായ പാതയിൽ പോകുന്നു, ആ ജനവും അവരെ പിൻപറ്റുന്നു. ഞാൻ 22-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 22-ാം അധ്യായത്തിന്റെ 22, 23, 24, 25 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ട് ഉണ്ട്. അലറി ഇര കടിച്ചു കയറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങി കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് പ്രവാചകന്മാരുടെ ഏരിയ പറഞ്ഞു വരുന്നത്. ജനത്തെ നേരായ പാതയിൽ നയിക്കേണ്ടവരുടെ കാര്യമായി പറഞ്ഞത്. 26 അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു, എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നുമില്ല. ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കോണം അവരുടെ ശബ്ദത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു. അപ്പം രണ്ടാമത് പ്രവാചകന്മാര് തെറ്റി, പുരോഹിതന്മാര് തെറ്റി. പിന്നെ അടുത്ത കൂട്ടർ അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. പിന്നെയും അതിലെ പ്രവാചകന്മാരെ പറ്റി പറയുന്നു. അതിലെ പ്രവാചകന്മാർ വാക്യം 28 വ്യാജം ദർശിച്ചു, കള്ളപ്രസം പറഞ്ഞു, യഹോവ അരുളിച്ചതിലേക്ക് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചു എന്ന് പറഞ്ഞുണ്ട്. അവർക്ക് കുമ്മായം തേക്കുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് 29-ാം വാക്യത്തിൽ ജനങ്ങളുടെ അവസ്ഥയാണ്. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിവിനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ അടുത്ത വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പായി ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാലെ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു, യഹോവ കർത്താവിന്റെ അരുളപ്പാട്. അപ്പം ഈ നമ്മളായിരിക്കും തലമുറയിലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കും. പക്ഷേ നമ്മെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം കണ്ടിട്ട് അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുവാനല്ല. ഞാൻ 30-ാമത്തെ വാക്യത്തിൽ വായിച്ച പോലെ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതേ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഈ ദിവസങ്ങളിലപ്പം നമ്മൾ ആ ദേശത്തിനെ നശിപ്പിക്കാതെ വണ്ണം നമുക്കറിയാം ദേശത്തെ പാപമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നോഹയുടെ നാളിനെ പോലെ അന്നാളിൽ സംഭവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വചനം അതിന്റെ ആ ഒരു കാര്യങ്ങളിൽ അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാപവും അതിന്റെ ആ മൂർധന്യത്തിൽ വന്നിട്ട് ആ ദേശമൊക്കെയും പാപത്തിന് അടിപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ചില ദൈവമൊക്കെ ഇവിടെയുണ്ട്. അതാണ് ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവം ഇപ്പോഴും ദേശത്തെ കാക്കുന്നത്. നോഹയുടെ ഭാര്യയും പുത്രന്മാരും ദേശത്തുള്ളിടത്തോളം അവിടെ മഴയും ഒന്നും പെയ്യുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ അവര് പെട്ടകത്തിൽ കടന്നു, പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. അന്ന് അവിടെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദേശത്ത് കുറെ ദൈവജനമുണ്ട്. അത് മുഖാന്തരമായി ദൈവം ദേശത്തെ സൂക്ഷിക്കുകയാണ്. എന്നാൽ കർത്താവ് എന്ന് വരുമോ അന്ന് ദൈവത്തിന്റെ നേരോട് മാറ്റപ്പെടും. അന്ന് ഈ ദേശത്ത് വലിയ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി നമുക്കറിയാവുന്ന കാര്യമാണ്. അന്നേരം അപ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ചുറ്റുപാടിൽ അത് നമ്മൾ കടന്നു വന്ന കേരളമാണേലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളാണേലും
അമേരിക്കയാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും എന്ന് വേണ്ട എല്ലായിടത്തും നമുക്കറിയാം നോഹയുടെ നാളിലെ പോലെ അന്നാളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുള്ള ദുഷ്ടത അതിന്റെ മൂർധന്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ദേശത്ത് നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പായി ഇടിഞ്ഞു നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ അന്വേഷിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ദൈവമേ, ഞാൻ ദേശത്തിന് വേണ്ടി ഇടിഞ്ഞു നിൽക്കുന്നു പറഞ്ഞിട്ട് ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി ആ ഇടിവിൽ നിന്നുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കുവാന്, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാന്, അത് ദേശത്തിന് ആകമാനം ഒരു വിടുതൽ കൊണ്ടുവരുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ ദേശത്തില് പാപത്തിലായിരിക്കുന്ന കുറെ ജനങ്ങൾ ചെല്ലും അത് വിടുവിച്ചു കൊണ്ടുവരാൻ തക്കണം നമ്മുടെ പ്രാർത്ഥന ഇടയായിത്തീരും എന്നുള്ളതിന് സംശയമില്ല. അതുകൂടാതെ തന്നെ ദൈവത്തിന്റെ ജനം ഈ ദേശത്തായിരിക്കുന്നിടത്തോളം അത് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമാണ്. നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ടതുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ദൈവത്തിന് ജനം ഉള്ളിടത്തോളം ദേശത്തിന് വലിയ ദോഷമുണ്ടാകാതെ ദേശത്തെ ഞങ്ങളെ സൂക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് കർത്താവിന്റെ വരവ് വരെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ സഭയിലുള്ളവർക്കും ഒക്കെ ദേശത്ത് പാർക്കേണ്ടതിന് നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ജോലി സ്ഥാപനങ്ങൾ ഓടണം. ആ ദേശത്തിന്റെ സാമ്പത്തിക ഭദ്രത നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദേശത്തിന് നന്മ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പൊ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണ്ടി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദേശത്ത് നന്മയുണ്ടാകുവാൻ, അത് ദൈവത്തിന്റെ ജനത്തിന് നന്മയായി തീരേണ്ടതിന് നമ്മൾ ഈ ദിവസങ്ങളിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്ക ഇടയായി തീരട്ടെ. അതിനെ നമ്മെ തന്നെ ഈ രാത്രികാലം ഏൽപ്പിക്കാൻ ഇടയായി തീരട്ടെ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അപ്പം ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ ഉപദേശത്തിലും പ്രവർത്തികളിലും ശ്രേഷ്ഠവും അത്യുത്തമമായ മാർഗത്തിലൂടെ ദൈവത്തിന്റെ പൂർണ്ണ ഹിതപ്രകാരമുള്ള വഴികളിൽ ദൈവേഷ്ടം ചെയ്ത് ദൈവനാമത്തിനെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളവരെ നാം മറന്നു പോകരുത്. അപ്രകാരം ദൈവത്തെ പിൻപറ്റുവാനും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെയും ദൈവവഴിയിൽ നയിക്കുവാനും നമുക്ക് ഇടയായി തീരട്ടെ. അപ്പൊ നമ്മൾ വായിച്ച പോലെ ദേശത്ത് ദൈവത്തിന്റെ ഇനത്തെ നയിക്കേണ്ടവരൊക്കെ അതിന് കഴിയാതെ പോയാലും അത് ദൈവനാമത്തിലോട്ട് നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ നമുക്കറിയാം. പഴയ നിയമ പുസ്തകങ്ങൾ ഇസ്രായേലിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ റെമനന്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശേഷിപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. മരുഭൂമിയിലെ സഭയിൽ നിന്ന് ഒരു ശേഷിപ്പേ അവിടെ ചെന്ന് ബാഗ്ദാദ് നാട്ടിൽ ചെന്നുള്ളൂ. ബാബിലോണിൽ പോയിട്ട് ഒരു ശേഷിപ്പാണ് മടങ്ങി വന്നത്. അപ്പം പലയിടത്തും ശേഷിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ സമയത്തും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് ദൈവസഭയിലുള്ള എല്ലാവരും കർത്താവിന്റെ വരിയിൽ പോകും എന്ന് നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്, ഒരു ശേഷിപ്പുണ്ട് ഈ തലമുറയിലും. ആ ശേഷിപ്പ് ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ ഇടിവിൽ നിൽപ്പാനും ദൈവജനത്തെ അല്ലെങ്കിൽ ആ വഴിതെറ്റിപ്പോകുന്നവരെ നേരായ പാതയിൽ നയിപ്പാനും തക്കണം. ആ ദൈവജനത്തിന് ഇടയാക്കിയിട്ട് അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് അവർക്ക് വേണ്ടി വിനിയോഗം ചെയ്യാൻ ഇടയാക്കിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും ദൈവജനമായിരിക്കും നമുക്കൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പിന്നെ നമ്മൾ അതിന്റെ 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നമ്മൾ വായിക്കുന്നുണ്ട്. യു മേ ബി സിൻസിയർ ആൻഡ് വിത്തൗട്ട് ഒഫൻസ് ടിൽ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്താൽ വീണ്ടെടുക്കപ്പെട്ട് സ്വർഗീയ നാടിനെ ലാക്കാക്കി യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ സഭയുടെ ആത്യന്തികമായ സ്വഭാവം എപ്രകാരമായിരിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം ദൈവം തന്റെ സാദൃശ്യത്തിലും രൂപത്തിലും ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരിൽ ദൈവിക സ്വഭാവവും പൂർണ്ണതയും ഉണ്ടായിരുന്നു. അതായിരുന്നു ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണത് മുതൽ ദൈവിക നിർമ്മലതയുടെ സ്ഥാനത്ത് സാത്താനിലെ ദുഷ്ടത കുടികൊള്ളായി തീർന്ന് നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ അതിനുശേഷമുള്ള അല്ലെങ്കിൽ നിഷ്പാപ യുഗത്തിലോ മനസാക്ഷി യുഗത്തിലോ ന്യായപ്രമാണ യുഗത്തിലോ ദൈവത്തോടൊപ്പം നിൽക്കുവാൻ തീരുമാനിച്ചവരുടെ ഒരു കൂട്ടം, ഒരു റെമനന്റ് അവിടെ ഉണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ പാപമോചനത്തിന് അവസരം ഒരുക്കപ്പെട്ടപ്പോൾ ദൈവവിജ്ഞാന രക്തത്താൽ നീതീകരിക്കപ്പെട്ട തന്റെ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചത് അവർ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മെക്കുറിച്ച്, എന്നെ കേൾക്കുന്ന ഞാൻ സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന എല്ലാവരും ഉദ്ദേശിച്ചാണ്. നമ്മൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരായിരിക്കണം ദൈവം നമ്മെ ഇവരെ ആഗ്രഹിക്കുന്നത്. നിർമ്മലം, ആ സിൻസിയർ എന്ന വാക്കിന് എലിക്രീനീസ് എന്ന ഗ്രീക്ക് വാക്കാണ് മൂലപദമായി കാണുന്നത്. സൂര്യപ്രകാശത്തിൽ പരിശോധിച്ച് മാലിന്യമില്ല എന്ന് ബോധ്യപ്പെട്ടത് എന്നാണ് വാച്യാർത്ഥമായി കാണുന്നത്. അതിന് സ്ട്രൈറ്റ് ഫോർവേഡ്, ഓൾ ഹാർട്ടഡ്, ഫോർട്രൈറ്റ്, മായം ചേരാത്തത്, യാതൊരു കലർപ്പും ഇല്ലാത്തത്, തിന്മ കലർന്നിട്ടില്ലാത്തത്, പരിശുദ്ധമായത്, പ്യൂർ ആൻഡ് ബ്ലെയിംലെസ് എന്നീ നിലകളിൽ അർത്ഥമായി കാണാൻ സാധിക്കും.
അപ്പം ആ എഫേസ്യ ലേഖനം 5:27 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കിയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണിക്കുന്നത്. അപ്പം അവിടെ കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കിയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനാണ് നമ്മൾ വായിക്കുന്നത്. വിശ്വാസികൾ ചിന്തയിൽ ഉൾപ്പെടെ ആത്യന്തികമായും അല്ല നമ്മുടെ ബാഹ്യമായും നമ്മുടെ പുറമേയും അകമേയും വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മുടെ അകമേയും പുറമേയും വിശുദ്ധരായിരിക്കും ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയായിരിക്കണം ഓരോ വിശ്വാസിയുടെയും വിശുദ്ധിയുടെ അളവുകോൽ. ലോകക്കാരിൽ ഒരാളെ നോക്കിയിട്ട് ഞാൻ ആളിനേക്കാൾ നല്ലതാണ് എന്ന് പറയുന്ന അത് നമുക്കറിയാം. ആലയത്തിൽ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഒരാളെ പറഞ്ഞതുപോലെ ഞാൻ അവനേക്കാൾ നല്ലതാണ് എന്ന് പറയാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയായിരിക്കണം നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ. അതായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ്. 1 പത്രോസ് ലേഖനം 1:16 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വിശുദ്ധിയുടെ മാതൃകയ്ക്കൊത്തവണ്ണം നമ്മുടെയും ജീവിതമായിരിക്കുവാൻ ദൈവം നമ്മെയും ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. ഇടർച്ചയില്ലാത്തവർ, അപ്പം വിശ്വാസികൾ നിർമ്മലരായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുന്നവരാകാതെ സൂക്ഷിക്കണം എന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇടർച്ച വരുന്നവര് ദൈവത്തിന്റെ പദ്ധതിയായ സഭയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നവരും ജനത്തെ യേശുക്രിസ്തുവിൽ അകറ്റിക്കളഞ്ഞവരും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ പണികൾക്കെതിരായി വരുന്നത് ദൈവത്തിന്റെ എതിരാളിയായ പിശാചി കരങ്ങളുടെ ഉപയോഗിക്കുന്നവരുമാണ് നമുക്ക് കാണാൻ സാധിക്കും. മലാക്കി പ്രവചനം 2:8 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്ന സൈന്യങ്ങളുടെ അരളിച്ചേർന്നു. വഴി വിട്ടുമാറി പലരെയും ഇടറുമാറാക്കി, ഇടർച്ചയ്ക്ക് കാരണമാക്കി തുറന്നു വായിക്കുന്നു. സഭയിലെ കപടഭക്തിക്കാരും അവിശ്വസ്തരായ നേതാക്കന്മാരും ഒക്കെ ഇടർച്ചക്കാരനൊക്കെ തീരാറുണ്ട്. അതിന്റെ പിന്നില് അധികാരമോഹമോ സ്ഥാനമോഹമോ ധനമോഹമോ സമൂഹത്തിലെ പേരും പെരുമയും ഒക്കെ പ്രേരക ഘടകങ്ങളായി തീർന്നേക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഉള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല എന്നാണ്. ഇടർച്ച വരുത്തിനെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 18:7 യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 10:32 അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച ഇല്ലാത്തവരാകുക. അപ്പൊ അപ്പം അവിടെ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവസഭയ്ക്കോ ആ സഭയ്ക്ക് പുറത്തോ എവിടെയുമായിട്ട് ആരുമായിട്ടും ഇടർച്ചയില്ലാത്തവരായി തീരണം എന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാന ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ശുദ്ധീകരണം കൂടെ ആരും ദൈവത്തെ കാണുന്നില്ല നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ സ്നേഹമുള്ളിടത്ത് ഇടർച്ചയ്ക്ക് ഇട ഉണ്ടാകില്ലെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ ലേഖനം 2:10 വാക്യങ്ങൾ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അതുപോലെ തന്നെ നീതി ഫലം നിറഞ്ഞവരായിരിക്കണം. നമ്മൾ 11 വാക്യത്തിൽ വരുമ്പോൾ ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നസ്, നീതി ഫലം നിറഞ്ഞവരായി തീരണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മത്തായി സുവിശേഷം 7:16 നമ്മൾ വായിക്കുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പം നീതി ഫലം ദൈവജനം നീതി ഫലം നിറഞ്ഞവരായിരിക്കും ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തു നയിക്കുമ്പോൾ അത് നല്ല ഫലമുള്ളതായിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഇതേവരെ ചിന്തിച്ചു വന്ന ആത്മീയ സ്വഭാവങ്ങളായ സ്നേഹം, വിവേചനം, നിർമ്മലത, ഇടർച്ചയില്ലായ്മ എന്നീ കാര്യങ്ങളുടെ അനന്തരഫലമായി നമ്മിൽ നീതിഫലം നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയിലും ഗലാത്യർ 5:22-23 നമ്മൾ വളരെ പരിചിതമായ വാക്യങ്ങൾ കാണുന്ന പോലെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം
ഇവയൊക്കെയും സമൃദ്ധിയായി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചിരിക്കുന്നതിനാൽ ആ നീതി പുറപ്പെടുവിക്കുന്ന നല്ല ഫലം നമ്മൾ നിരന്തരം ഉണ്ടാകണം എന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 3:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വെച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പം ദൈവം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്, അത് ദൈവത്തിന്റെ കൈപ്പണിയായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അതുപോലെ ദൈവം നമ്മിലൂടെ ദൈവം നമ്മിൽ ചെയ്ത പ്രവൃത്തി, നാം ദൈവത്തിന്റെ കൈപ്പണിയായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ ദൈവം നമ്മിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അത് ദൈവോപകാരമുള്ള സൽപ്രവർത്തികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും തങ്ങളുടെ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് ആ വ്യക്തി ആരാണെന്ന് വിളിച്ചറിയിക്കുന്നതും ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നവരും ആകുവാൻ കാരണമായി തീരും. എങ്ങനെയാണ് സമൃദ്ധിയായി ഫലം കഴിക്കാൻ കഴിയുക എന്ന് ദൈവത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിക്കരികെ ആയിരിക്കുന്ന വൃക്ഷം തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന സങ്കീർത്തനം 1:3 അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപെടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്നുള്ള കാണുന്നു. അതായി സുവിശേഷം 13:23 ആ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട ഗ്രഹിക്കുന്നത് ആകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ആത്മീയമായി ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിതം നയിക്കുന്നവര് 100, 60, 30 മേനി ഫലം കായ്ക്കേണ്ട നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 12:24 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പോണ് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അവർ 25-ാം വാക്യം തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പൊ പഴയ ജീവിതത്തെ മരിപ്പിക്കുവാൻ കർത്താവിന്റെ നാമത്തിനായി തന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ അതിന് വളരെ ഫലം കായ്ക്കേണ്ടേ തീരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 15:2 ഇങ്ങനെ വായിക്കുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പൊ ചെത്തി വെടിപ്പാക്കപ്പെടുമ്പോൾ അത് അധികം ഫലം കായ്ക്കുന്ന ഇടയായിത്തീരും. അത് ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉള്ളാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് അധികം ഫലം കായ്ക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കാണാൻ സാധിക്കും. ഒരു കഥ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ ഒന്ന് ഓർപ്പിച്ചു മുന്നോട്ട് കടന്നു ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണ് കാണാനായിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്റെ വല്യപ്പച്ചന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി കാര്യങ്ങൾ? അപ്പം അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. അപ്പം ഈ വല്യപ്പച്ചന് തന്റെ ഇരിക്കുന്ന പേപ്പറിൽ പെൻസിൽ കൊണ്ടൊരു പൂജ്യം ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു നല്ല പഠിത്തമൊക്കെ ഉണ്ട്, അന്നേരം വേറൊരു പൂജ്യം ഇട്ടു. നല്ല കുടുംബക്കാരാണ്, അന്നേരം ഒരു പൂജ്യം ഇട്ടു. അങ്ങനെ പറഞ്ഞു ഒത്തിരി പൂജ്യം ആ പേപ്പറിലായി. അവസാനം ഈ വല്യപ്പച്ചൻ ഈ കൊച്ചുമോനോട് ചോദിച്ചു, ആ കൊച്ചു രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ആണെന്ന് പറഞ്ഞു. അപ്പം ആ രക്ഷിക്കപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ എല്ലാ പൂജ്യങ്ങളുടെയും ഇടതുവശത്ത് ആ വല്യപ്പച്ചൻ്റെ ഒരു 1 എഴുതി. ആ 1 എഴുതിയപ്പോഴാണ് ആ പൂജ്യങ്ങൾക്കെല്ലാം വിലയുണ്ടായിത്തീർന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവ് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരെന്ത് ചെയ്താലും വിലയുള്ളൂ. കർത്താവില്ലെങ്കിൽ അതെല്ലാം വെറും പൂജ്യങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം ഈ വലിയ സാമ്പത്തിക ചെലവുകൾ വരുന്ന കാര്യങ്ങൾ മതത്തിന്റെ പേരിലോ അല്ലാതെയൊക്കെ അനേകം സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ലോകത്തിലുണ്ട്. അതിലൂടെ അവരുടെ പേര് ലോകക്കാർ അറിയും, മറ്റുള്ളവർ പ്രശംസിക്കും. ചിലപ്പോൾ അവാർഡുകളും മറ്റും കൊടുത്ത് അധികാരികൾ അങ്ങനെയുള്ളവരെ ആദരിച്ചതും വരാം. എന്നാൽ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാം പൂജ്യത്തിൽ അവസാനിക്കുകയാണ്. കാരണം അവർ ചെയ്തത് അവരുടെ പേരിനും പെരുമയ്ക്കും വേണ്ടി ചെയ്തതാണ്. അവർക്ക് പ്രശംസ ലഭിക്കാനും അവാർഡ് ലഭിക്കാനൊക്കെ ഇടയായി തീർന്നു. ആളുകളെല്ലാം വരും അറിഞ്ഞു. പക്ഷെ അതുകൊണ്ട് ദൈവനാമത്തിന് മാത്രമല്ല, കാരണം ദൈവനാമത്തിലുള്ള ചെയ്ത് ദൈവത്തെ അറിയുന്നവരുമല്ല. അപ്പൊ അതെല്ലാം ഈ വലിയ പൂജ്യങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചു. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യുന്നു, അതിന്റെ പിന്നിൽ യേശു ഉണ്ട്. അതുകൊണ്ട് അതിനെല്ലാം വിലയുള്ളതായി തീരും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ദൈവം തന്റെ ജനത്തിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി തീരുകയുള്ളൂ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന്. അപ്പം ആ യഥാർത്ഥമായ ദൈവനാമത്തിന്റെ മഹത്വത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ
അവിടെ ദൈവനാമം മഹത്വപ്പെടും. ആ പ്രവൃത്തിയിലൂടെ അതിന്റെ ഫലം അനുഭവിക്കുന്നവര് അവർ ദൈവത്തെ അറിയാനിടയിൽ തീരും. അവിടെയാണ് ദൈവത്തിന്റെ നാമം. അതാണ് നീതിപ്രവൃത്തി, നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നുള്ള ആ ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം ആ പണികളൊക്കെ ശോധന ചെയ്യുന്നൊരു സമയം, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പണികൾ അത് തീയിലൂടെ കടന്നു പോയപ്പോൾ അതില് വെന്തുപോയില്ലത്. എന്നാൽ കല്ലും മരവും കൊണ്ടൊക്കെ ചെയ്തതെല്ലാം വെന്തുപോയി, താൻ മാത്രം അത് കടന്നുപോയി എന്ന് വായിക്കുന്നു പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ ദൈവസഭയിലുള്ളവരാണെങ്കിൽ പോലും പലപ്പോഴും പലരും ചെയ്യുന്ന പ്രവൃത്തികൾ അത് വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റുള്ളവർ അറിയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ദൈവനാമത്തിന് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. അത് തങ്ങളുടെ സ്വന്തം നാമത്തിന്റെ മുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊന്നും ദൈവസ്ഥാനത്തിൽ വലിയ വിലയില്ല. അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്ന അവസാനം ആ അഗ്നിശോധന കടന്നു പോകുമ്പോൾ അതിലെ വെന്തു പോകുന്ന അവസ്ഥ ഉണ്ടാകത്തീരും നമ്മൾ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ദൈവനാമത്തിനായി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവനാമത്തിനായി ആ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഇടയായിത്തീരട്ടെ. അതിലൂടെ ദൈവനാമം ഉയർത്തപ്പെടാൻ ഇടയായിത്തീരട്ടെ. ആ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നവർ അവര് ഈ ഒരു ദൈവത്തെ അറിഞ്ഞിട്ട് അറിയുവാനും ചില ആത്മാക്കൾ അങ്ങനെ ദൈവത്തിലേക്ക് അടുത്തു വരാൻ ഇടയായിത്തീരട്ടെ. അതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. നീതി ഫലം നിറഞ്ഞവരായി തീരണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആ നല്ല പ്രവൃത്തി ദൈവനാമത്തിനെ ചെയ്യുവാൻ നമുക്കുണ്ടാകുന്നിടത്തോളം അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരാൻ അനേകർക്ക് അനുഗ്രഹം വിടുതൽ ഇടിയായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇത് രാത്രികാല ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഒരുമിച്ച് പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. വചനം സംസാരിച്ചതിനെ കുടുംബമായി കുഞ്ഞുങ്ങളിൽ ഐശ്വര്യമായ കർത്താവ് അനുഗ്രഹിച്ച് പിന്നെ ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഹല്ലേലൂയ ഫിലിപ്പിയർക്കെതിരെ 1-ാം അധ്യായത്തിന്റെ 8 വാക്യങ്ങളിൽ കൂടെ അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മളെ ചിന്തിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. ഓരോ നമ്മുടെ കൂടിവരവുകളും ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളെ നല്ല മാനസാന്തരത്തിലേക്കും ഹല്ലേലൂയ സ്തോത്രം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തികൾ ഹല്ലേലൂയ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഇവിടെ ഊന്നി പറയുകയാവുന്ന പരിശുദ്ധാത്മ നിയോഗത്താൽ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം മേൽക്ക് മേൽ പരിജ്ഞാനത്തിലും ഹല്ലേലൂയ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുയേശുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിന്റെ കൂട്ടായ്മ ഹല്ലേലൂയ ഇത് മനുഷ്യ നിർമ്മിതമല്ല. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ശരീരത്തിനാകെ വേണ്ടത് ഹല്ലേലൂയ ആത്മാവിന്റെ കൂട്ടായ്മയാണ്. ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ അവന് ലഭിക്കുന്നതാണ് ആത്മാവിന്റെ കൂട്ടായ്മ. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ ഓരോ കൂട്ടായ്മയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 1-ാം അധ്യായത്തിൽ നമുക്ക് സുവിശേഷം ഹല്ലേലൂയ സുവിശേഷ ഘോഷണത്തിനുള്ള കൂട്ടായ്മ കാണുവാൻ സാധിക്കുന്നു. സ്നേഹത്തെ അത് വർണ്ണിക്കുവാൻ നമ്മുടെ നാവ് കൊണ്ട് സാധ്യമല്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഗാനവും നല്ല വചന സൂക്ഷയും ദൈവം നമുക്ക് നൽകി തന്നുവല്ലോ. ഈ സെഷൻ ലീഡ് ചെയ്തതായ കർത്താവിന്റെ ദാസൻ പ്രിയ അനീച്ചാനുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ലൈൻ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കർത്താവിന്റെ ദാസൻ പ്രിയ അനീച്ചാനോട് ഇന്നത്തെ വൈകിട്ടത്തെ സെഷൻ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വന്നതുകൊണ്ട്, എന്നാൽ ദൈവദാസൻ യാതൊരു മടിയും കൂടാതെ തക്ക സമയത്ത് കടന്നു വന്ന് കാര്യങ്ങളൊക്കെയും ഭംഗിയായി ചെയ്തോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ലൈനിൽ പങ്കെടുത്ത എല്ലാവരോടും
വചന സൂക്ഷ്മ ദൈവദാസനോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. നാളെ രാവിലെയും ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഒരുമിച്ച് കൂടി നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് സാവകാശം നൽകട്ടെ. നാളെ വൈകിട്ട് നടക്കുന്ന ആയ പ്രയർ ലൈൻ അനുഗ്രഹമായിരിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് സെഷനിൽ പങ്കെടുക്കാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിനി ജേക്കബ് വചനത്തിൽ നമ്മോട് സംസാരിക്കും. ഇംഗ്ലീഷ് സെഷനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിച്ചതിൽ പങ്കെടുക്കുവാൻ നമുക്ക് അവരെ ഉത്സാഹിപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. എന്നെ തേടി വരുന്നവൻ, ആവശ്യ നേരങ്ങളിൽ എന്നെ തേടി വരുന്നവൻ, യേശു കൂടെയുണ്ട്, അവർ എന്നോട് കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്, അവർ എന്നോട് കൂടെയുണ്ട്. ആരും സഹായമില്ല എന്ന് തോന്നുന്ന നേരത്തിലും, ആരും സഹായമില്ല എന്ന് തോന്നുന്ന നേരത്തിലും